തോപ്പുംപടി ഇടക്കൊച്ചി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് KLCA ഇടക്കൊച്ചി സെന്റ് ലോറൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. സെന്റ് ലോറൻസ് ഇടവക വികാരി ഡോക്ടർ മരിയൻ അറയ്ക്കൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നും അധികാരികൾ ഇനിയും അനാസ്ഥ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. ദേശീയപാത 66 സമീപമുള്ള തോപ്പുംപടി ഇടക്കൊച്ചി റോഡ് മാസങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതായത് യാത്രക്കാർക്ക് വലിയ ദുരിതമായി തുടരുന്നു. കുമ്പളം ഫെറി മുതൽ സജീവൻ റോഡ് ജംഗ്ഷൻ വരെ ടൈൽ വിരിച്ച റോഡിലാണ് പ്രധാന പ്രശ്നം. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കൽ പോലുള്ള ജോലികൾക്കായി റോഡിന്റെ കിഴക്കുഭാഗത്തുള്ള ടൈലുകൾ ഇളക്കി മാറ്റിയിരുന്നു. ടൈൽ വീണ്ടും പുനഃസ്ഥാപിച്ചെങ്കിലും പൈപ്പിട്ട ഭാഗം താഴ്ന്നതോടെ ഈ ഭാഗത്ത് വാഹനങ്ങളുടെ സഞ്ചാരത്തിന് ബുദ്ധിമുട്ടായി തീർന്നു. ഇടക്കൊച്ചിയിലെ തെക്കേയറ്റം സജീവൻ റോഡ് ജംഗ്ഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗങ്ങളിൽ ടാറിംഗ് അടർന്ന് പാതാള കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഭാഗത്തെ കുഴികളിൽ ചെറുവണ്ടികളിൽ വരുന്ന യാത്രക്കാർ വീണ പരിക്കേൽക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. സ്കൂട്ടർ, ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നത് അതീവ അപകടകരമാണ്. ഗതാഗത കുരുക്കും പ്രതിദിനം യാത്രക്കാർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. തോപ്പുംപടി മുതൽ ഇടക്കൊച്ചി വരെയുള്ള സംസ്ഥാന ഹൈവേ ഭാഗത്തെ മരണഗർത്തങ്ങൾ അടിയന്തരമായി അടക്കണമെന്നും റോഡ് പുനർനിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് KLCA ഇടക്കൊച്ചി സെന്റ് ലോറൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു. ഇടക്കൊച്ചി സെന്റ് ലോറൻസ് ഇടവക വികാരി റവറൻ ഡോക്ടർ മരിയൻ അറക്കൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. വളരെ ദയനീയമായ രീതിയിലാണ് നമ്മുടെ പൊതുവഴികൾ, പൊതുനിരത്തുകൾ, നമ്മുടെ റോഡുകൾ കിടക്കുന്നത്. നമ്മുടെ ഇടക്കൊച്ചിയിൽ ഈ റോഡ് മാത്രമല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കേരള സംസ്ഥാനത്തെ എല്ലാ റോഡുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമാണ് നമ്മുടെ ഈ പറഞ്ഞ അവസ്ഥ. ഈ ഗട്ടർ, ഈ കുണ്ടും കുഴിയും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ നമ്മുടെ റോഡുകൾക്കൊരു അലങ്കാരം എന്ന രീതിയിലാണ് ഇതായിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഓരോ വണ്ടികളും അനുഭവിക്കുന്ന വലിയ ദുരവസ്ഥ. നമ്മുടെ കേരളത്തില് ഇപ്രകാരമുള്ള ഒരു അവസ്ഥ പരിഹരിക്കണമെങ്കിൽ തീർച്ചയായും അധികാരികൾ തന്നെ അത് മനസ്സുവെക്കണം. നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലെ റോഡുകളൊക്കെ ഒന്ന് നോക്കുക, എത്രയോ മനോഹരമായി അത് ക്രമീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ ആ ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നു. കഴിഞ്ഞിടക്ക് നമ്മൾ കണ്ടതാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാലവും ബൈപ്പാസിന്റെ ആ ഇടിഞ്ഞു പൊറിഞ്ഞു വീഴുന്നത്. അപ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളത്, ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് മോചനം നേടുവാനായിട്ട് ദയവ് ചെയ്ത് ഈ ഗവൺമെന്റ് അധികാരികള്, ഇതിന്റെ റോഡ് അധികാരികള് ഇത് മനസ്സുവെച്ച് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. അല്ലാത്തടത്തോളം കാലം ഈ റോഡുകളുടെ വണ്ടികൾ മാത്രമല്ല, മനുഷ്യന്റെ നടുവൊടിക്കുന്ന അവസ്ഥയാണ്. യൂണിറ്റ് പ്രസിഡന്റ് ജോൺസൺ തട്ടാശ്ശേരി, KLCA കൊച്ചി രൂപത ട്രഷറർ ജോബു പുളിക്കൽ, സെക്രട്ടറി സെബാസ്റ്റ്യൻ കോയിൽ പറമ്പിൽ, ജെയിംസ് കൊന്നത്ത്, ജേക്കബ് വെളുത്തേടത്ത്, എഡ്രിൻ മെൻഡസ് എന്നിവർ സംസാരിച്ചു. അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നും അധികാരികൾ അനാസ്ഥ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകുമെന്നും സമര നേതാക്കൾ അറിയിച്ചു. അതെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണെങ്കിൽ കെട്ടിടം ഇടിഞ്ഞു പിടിച്ചാവും. മനുഷ്യന്റെ ജീവന് മാത്രം വിലയില്ല. ഇന്ന് ഈ അവസ്ഥ മാറി നമ്മളും മനുഷ്യരാണെന്ന് കണ്ടുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ ഭരണാധികാരികൾ വരാത്തതുകൊണ്ടാണ് ഇന്ന് KLCA പ്രസ്ഥാനം കൊച്ചി രൂപതയിലെ ഞങ്ങൾ ഉൾപ്പെടെ ഇവിടെ വന്ന് സമരം ചെയ്യേണ്ട അവസ്ഥയുള്ളത്. മനുഷ്യനായി കണ്ടുകൊണ്ട് മനുഷ്യന് ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ ഭരണവർഗം പ്രയത്നിക്കണമെന്നും നിങ്ങൾ എല്ലാവരും അതിന് കൂട്ടായിട്ട് പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.